എൻ്റെ പേര് മനോഹരമായി രഞ്ജി സാർ പരിചയപ്പെടുത്തി. പേര് ജയേഷ് എന്നാണ്. അതേ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് പാലേരി സ്വദേശിയാണ്. അപ്പൊ എന്നെ ഇതോടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കമ്പനിയുടെ GTS നിങ്ങളുമായി ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ഒരു അരങ്ങേറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ട് എനിക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്പനി ഈ ഒരു പ്രോഗ്രാമിന് കൊടുക്കുന്ന പേര് ഗേറ്റ്വേ ടു സക്സസ് എന്നാണ്. ജീവിത വിജയത്തിലേക്കുള്ള ഒരു കവാടം എന്നാണ് അല്ലേ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആളുകളാണ്. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി മേഖലകളിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും വിചാരിച്ച അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കി വെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെ 40-50 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ ഇവിടെ 4-5-6 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ശീലങ്ങളുണ്ടല്ലോ, ആ ശീലങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കുക. നല്ലതാണെന്ന് 100% വിശ്വാസമായാൽ നമ്മുടെ ബന്ധുവിനെ, സുഹൃത്തിനെയോ അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായാൽ ഇതിലൂടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഡൗട്ട് ഇത് ആരോട് പറയണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാളോടും പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന അവർക്ക് ഇത് യൂസ് ചെയ്യാം. അതേപോലെ ബിസിനസ്സുകാർ, ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടാവാം, അവർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാം. അവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആ ബന്ധങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ്, വീട്ടമ്മമാര്, ഹൗസ് വൈഫ് അല്ലെ. ഒരു വീട്ടിൽ ഇന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഒരാൾ മാത്രം ജോലിക്ക് പോയാൽ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഏതൊരു വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ സ്റ്റുഡന്റ്, വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്ക് അനുസരിച്ചല്ല അവർ ഇന്ന് ജീവിക്കുന്നത്. കാരണം വീട്ടിലുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കോഴ്സുകളും അവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ ഗവൺമെന്റ് എംപ്ലോയി, ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിക്ക് ഇത് ചെയ്യാം. റിട്ടയർഡ് പേഴ്സൺ, വിരമിച്ച ആളുകൾ, നമുക്കറിയാം ഈ വിരമിച്ച ആളുകൾ കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറണം എന്നാണ് ഏതൊരാളുടെ ആഗ്രഹമെങ്കിൽ അവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റും. കാരണം നിരന്തരമായ വരുമാനം ഉണ്ടായി കൊടുക്കാനും ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ഇത് പറയുകയാണെങ്കിൽ ആരോടൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയാമെന്ന് വെച്ചാൽ, ഒരു 8,40,000 രൂപ മാസ വരുമാനം വാങ്ങാൻ പറ്റാത്ത ഏതൊരാളോടും പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത്, രണ്ടാമത് വെൽത്ത്, അതുപോലെ ഫ്രീഡം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ സക്സസ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായി എന്ന് പറയാം. നിർഭാഗ്യവശാൽ 90% ആളുകൾക്കും ഇത് 3 ഒന്നിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മളെ ശരീരം നോക്കാതെ, ആരോഗ്യം നോക്കാതെ നമ്മൾ സമ്പാദിക്കുന്നു, സമയം നോക്കാതെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിവെച്ച് പണം സമ്പാദിക്കുന്ന സമയത്ത് നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഡോക്ടറുടെ മുന്നിലേക്ക്, ഹോസ്പിറ്റലുകളിലേക്ക് ബാക്കി വരുന്ന സമയവും നമ്മൾ സമ്പാദിച്ച പണവും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ ഇതെനി പറയാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റി, ഇത് 3 ഒന്നിച്ച് കിട്ടുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പണം സമ്പാദിക്കുന്നത് 2 രീതിയിലാണ് അല്ലെ. ഒന്ന് ജോലി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ട്. ഈ 2 രീതിയിലാണ് ആളുകൾ പണം സമ്പാദിക്കുന്നത്. അവര് ഒരു എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത്. ഇതൊരു ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു സാധാരണക്കാരൻ ഇന്ത്യയിൽ സമ്പാദിക്കാൻ പറ്റുന്ന പണത്തിന്റെ ഒരു ഗ്രാഫാണിത്. ഒരു 8 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു 15,000 രൂപ മുതൽ 40,000 രൂപ വരെ ഏൺ ചെയ്യാനും
ഇനി 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് 60,000 രൂപ വരെ ഏൺ ചെയ്യാനും, ഇനി 24 മണിക്കൂറും ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ സാധിച്ചാൽ അയാൾക്ക് 90,000 രൂപ വരെ, അതായത് 1 ലക്ഷത്തിന് താഴെ വരുമാനം വാങ്ങാൻ മാത്രമേ ഒരു ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു സാധാരണക്കാരന് പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു ബിസിനസ്സുകാരന്റെ ഒരു ഗ്രാഫാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കൂർ, 10 മണിക്കൂർ, 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുന്നത് കൊണ്ട് അവരുടെ വർക്കിംഗ് അവർ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ആയിരക്കണക്കിനും 10,000-കണക്കിന് മണിക്കൂറുകളാക്കി മാറ്റുന്നത് കൊണ്ട് അവരുടെ വരുമാനം കുത്തനെ ഉയരുന്നു, ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആളുകളായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സമയം എനിക്കും എടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സമയം എന്റെ സമയമാക്കി മാറ്റണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കണം. ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കണം. അതില്ലാത്തത് കൊണ്ട് നമ്മളെ എന്നും സാധാരണക്കാരനായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലാൻഡോ ലേബറോ ക്യാപിറ്റലോ ഇല്ലാതെ ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനായി മാറാൻ പറ്റുന്ന ഒരു നൂതന വിപണന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് 96 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വരികയും ഇന്ന് അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഇതറിയുന്നതിന് മുന്നേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അഥവാ പരമ്പരാഗതമായ കച്ചവടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും ആ ഉൽപ്പന്നങ്ങൾ അവിടെ നിർമ്മിച്ചതല്ല. ഇത് ഇന്ത്യക്കകത്തോ പുറത്തോ എവിടെയോ ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് വരണമെങ്കിൽ അവിടെ ഒട്ടനവധി ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. CNF ഏജന്റ്, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, CNF ഏജന്റ്, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, അതിനുശേഷമാണ് റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നത്. ഈ റീറ്റെയിൽ ഷോപ്പിൽ എത്തിയ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ വിറ്റ് പോകണമെങ്കിൽ സെലിബ്രിറ്റികളെ വെച്ചിട്ട് പരസ്യം ചെയ്യണം. ആ പരസ്യത്തിലൂടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നും അറിയാം, നമ്മൾ ഇന്ന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഗുണങ്ങളുണ്ട്, പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പേസ്റ്റ് കൊടുക്കുമ്പോൾ ചില ആളുകൾ നമ്മളോട് പറയും നിങ്ങളുടെ കോൾഗേറ്റ് അടിപൊളിയാണ് അല്ലേ, നിങ്ങളുടെ പേസ്റ്റ് അടിപൊളിയാണെന്ന് പറയുന്നത് കോൾഗേറ്റ് അടിപൊളിയാണ്, പല്ല് തേക്കുന്നതൊക്കെ കോൾഗേറ്റ് ആണെന്നാണ് അവരുടെ വിചാരം. അപ്പൊ പരസ്യം ഒരു 10, 20, 30 സെക്കൻഡുകളുള്ള പരസ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പൊ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, ഒരു 400 രൂപ മാത്രം ചെലവ് വരുന്ന ഉൽപ്പന്നം ഇത്രയും ഇടനിലക്കാരുടെ കൈകളിലൂടെ, ഇത്രയും ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും കൈകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന MRP എന്ന് പറയുന്നത് 1000 രൂപയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ മിച്ചം വരുന്ന 600 രൂപയിൽ കൊണ്ടുപോകുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. ഇപ്പൊ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഡയറക്റ്റ് സെല്ലിനെ കുറിച്ച് നോക്കുമ്പോൾ ഇവിടെയും എന്തുണ്ട്, ഫാക്ടറി അത്യാവശ്യമാണ്. ആ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ ശൃംഖല വഴിയാണ് ഇത് യഥാർത്ഥ കസ്റ്റമറിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. നമ്മൾ യഥാർത്ഥ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ ഇല്ല തൊട്ടടുത്ത ആളുകൾക്കോ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ പരസ്യമാണ്. മോഹൻലാലിന്റെ പരസ്യമുണ്ട്, കണ്ണൻ ദേവൻ ചായ, ഉയരം കൂടുന്നതോറും ചായയുടെ ടേസ്റ്റ് കൂടും, എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ ദേവൻ ടീ. അയാൾ പറയാൻ ഒരു പരസ്യം, ഒരു ഇന്റർവ്യൂവിൽ പറയാണ് 28 വർഷമായി മുമ്പ് ചായ കൂടി നിർത്തിയിരുന്നു അല്ലേ. അപ്പൊ എപ്പോ കുടിച്ച ചായയുടെ രഹസ്യമാണ് അവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുടിച്ചത്, നമ്മൾ ഉപയോഗിച്ചത് നല്ലതാണെങ്കിൽ മാത്രം നമ്മുടെ ബന്ധുവിനും സുഹൃത്തിനും ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളൊരു പരസ്യക്കാരനായി മാറുന്നു. ആ മാറുന്ന സമയത്ത് ആ വ്യക്തി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഉൽപ്പന്നം എനിക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആരാവുന്നു, നമ്മളൊരു ഇടനിലക്കാരനായിട്ട് മാറുന്നു. അങ്ങനെ പരസ്യക്കാരന്റെയും ഇടനിലക്കാരന്റെയും ജോലി നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെയും ഫാക്ടറിയിൽ 400 രൂപ മാത്രം ചെലവ് വരുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെയൊക്കെ കൈകളിലേക്ക് എത്തുമ്പോൾ 1000 രൂപയായി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിച്ചം വരുന്ന 600 രൂപ ഈ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും ജോലി ചെയ്യുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കൈകളിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് KPMG FICCI നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ്. 2014 ഈ പഠനം നടന്നത്. അതായത് 2025 കൂടി 1,80,00,000 യുവാക്കൾ ഏറ്റെടുക്കാൻ പോകുന്ന ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഗസറ്റ് ആണ്. ഇത് 2015 ജൂലൈ 29 ഈ ഗസറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു ഗസറ്റിലൂടെ ഗവൺമെന്റ് പുറത്തിറക്കി. ഇനി ജനങ്ങളിലെ
ഡയറക്ട് സെല്ലിങ്ങിന്റെ മറവിൽ ഒട്ടനവധി മണി ചെയിൻ കമ്പനികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഗവൺമെന്റ് തന്നെ ഇതിന് മുന്നിലിറങ്ങി ഗിഫ്റ്റ് എന്ന സംഘടനയുടെ സഹായത്തോടു കൂടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സാഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സഹായത്തോടു കൂടി ഒരു കൈ പുസ്തകം പുറത്തിറക്കുകയും ഇത് ജനങ്ങളിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ചെയ്യേണ്ട നിർദ്ദേശങ്ങളും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതേപോലെ 2021 ഡിസംബർ 28 കേന്ദ്ര ഗവൺമെന്റും കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു മേഖലയിലേക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നായിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ കണക്കാണ് 2019-2020 ആനുവൽ കണക്കനുസരിച്ച് $180.5 ബില്യൺ കച്ചവടം നടത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതേ കണക്കനുസരിച്ച് 2019 $2.47 ബില്യൺ കച്ചവടം നടത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇന്ത്യ 15ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സക്സസ് ആവാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരിക്കണം. ക്വാളിറ്റി പ്രൊഡക്റ്റുകളുണ്ടാവണം. പ്രൊഡക്റ്റുകൾക്ക് പ്രാധാന്യമുള്ളതായിരിക്കണം. നമ്മുടെ തലയെണ്ണത്തിനായിരിക്കില്ല പ്രാധാന്യം. അതേപോലെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് സക്സസ്, വിജയിച്ച ആളുകളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ ഈസി ഡൂയിങ് ബിസിനസ്, ഇത് നമുക്കൊരു മുൻ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും സാധാരണക്കാരനും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, കൃത്യമായ ഇതിൽ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾക്കും മുന്നേ ജോയിൻ ചെയ്ത ആളുകൾക്കും അതേപോലെ വയസ്സായാണോ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണോ ഒന്നും ഇവിടെ നോക്കുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ തരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതേപോലെ സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നല്ല മാനേജ്മെന്റും അതേപോലെ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ചങ്ക് പറിച്ചു തരുന്ന ലീഡേഴ്സും ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ നമ്മളൊക്കെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നത് നമ്മളൊക്കെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആകർഷണീയമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒത്തിണങ്ങിയ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ അസാധാരണക്കാരായി മാറാനും ഒരുപാട് സാധാരണക്കാരെ കോടീശ്വരന്മാരായി മാറിയിട്ടുള്ള അല്ലെ മാറ്റാൻ സഹായിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് proudly introducing one of the best and fastest growing direct selling company in India, MI Lifestyle Marketing Global Private Limited. 700-ൽ കൂടുതൽ ഫ്രാഞ്ചൈസികൾ ഓൾ ഓവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അതേപോലെ നമുക്ക് ഈസിയായി ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഷോപ്പി വഴി നമുക്ക് പർച്ചേസ് ഓൺലൈനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കിട്ടിയ സർട്ടിഫിക്കറ്റ്, ആയുഷ് ബീമ സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാ സർട്ടിഫിക്കറ്റ് ആയുർവേദത്തിന് കിട്ടുന്ന എല്ലാ ക്വാളിറ്റി സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. കേന്ദ്രത്തിലെ ഒരു സ്വതന്ത്ര മന്ത്രിയും ഓരോ സംസ്ഥാനത്തിനും ആരോഗ്യമന്ത്രിക്കാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. എന്താണ് ആയുഷ് എന്ന് വെച്ചാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി, അലോപ്പതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ പ്രധാനപ്പെട്ട ചികിത്സാ രീതികളെയും ഒരു കൊടക്കിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും QCAയും അംഗീകരിച്ചതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കമ്പനി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഉൽപ്പന്നങ്ങൾ, ഇത്രയും മനോഹരമായ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകളാണ് ഇവരൊക്കെ. ഒരുപാട് ആളുകൾ നമ്മുടെ ആജീവനാന്ത എഗ്രിമെന്റോട് നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നു. സയന്റിസ്റ്റുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി DBA നാരായണ, ഡാബർ നാരായണ എന്നറിയപ്പെടുന്ന വ്യക്തി, ആയുർവേദത്തിന്റെ ഇന്ത്യയിലെ ആയുർവേദത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണ്. അതേപോലെ KK രാജേഷ് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായി പ്രവർത്തിക്കുന്നു. അതേപോലെ KCA ഗൗഡ, പേരലൗലി, കുട്ടിക്കുറ, ഫോൺസ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ വെച്ച വ്യക്തി, ശർമ്മ, പത്നാഗർ പോലെയുള്ള ഒട്ടനവധി സയന്റിസ്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ ആജീവനാന്ത എഗ്രിമെന്റോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ ഏത് കാറ്റഗറിപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ വെൽനസ് കാറ്റഗറിയാണ്. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റാമിനും പ്രോട്ടീനും അയണും ധാതുക്കളൊക്കെ തരുന്ന ഫുഡ് കാറ്റഗറിപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്രാൻഡിന്
എക്കണോമിക്സ് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും നടത്തിയ പഠനത്തില് 2019-ലും 2022-ലും 2024-ലും ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്? ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് ഓടിച്ചു പോവാം. നിങ്ങൾ ആരാണോ കൈപിടിച്ച് ഈ ഒരു ഹാളിലേക്ക് കൊണ്ടുവന്നിരുന്നത് അവരോട് കൃത്യമായി ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ പ്രൊഡക്റ്റ് ലിവഗെയിൻ. നെഞ്ചരിച്ചില്, അസിഡിറ്റി, കുളിച്ചുകെട്ടല്, വായ്പുണ്ണ്, വയറ്റുപുണ്ണ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് കഫ്നിൽ, ജലദോഷം, ചുമ, കഫ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വുമൺ കമ്പാനിയൻ, ലേഡീസിന്റെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ്. പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന പോലെയുള്ള പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, രക്തം ശുദ്ധീകരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ട് താരൻ, വെരിക്കോസ് വെയിൻ, വട്ടച്ചൊറി, മോക്കുരു, സോറിയാസിസ് പോലെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, രക്തത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബ്ലഡ് പ്യൂരിഫയർ. നെക്സ്റ്റ് വൂണ്ട് ഹീലിംഗ് ക്രീം, മുറിവ്, ഉപ്പൂറ്റുകൾ, കുയിനകം, തീപ്പൊള്ളൽ പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. നോവേദന ജെല്ല്, നമുക്ക് മൂവൊക്കെ ഉപയോഗിക്കുന്നത് പോലെ വേദനയുള്ള ഭാഗത്ത് പുറത്ത് വരട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. മേൽശക്തിമാൻ, ആളുകളുടെ കൗണ്ട് ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ പൈറ്റസ്, മാനസിക പിരിമുറുക്കം ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. നോവേദന ക്യാപ്സ്യൂൾ, നമുക്ക് എന്തുകൊണ്ടാണോ വേദന ഉണ്ടാകുന്നത് ആ വേദനയുടെ കാരണത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഇമ്മ്യൂണോത്രി പ്ലസ്, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ വെൽഹാർട്ട്, നിർബന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ്. നമ്മൾ ഇന്ന് കഴിക്കുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള രക്തധമനികളിൽ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുകയും അത് പിന്നീട് ബ്ലോക്കുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ അലിയിപ്പിച്ച് കളയാൻ കപ്പാസിറ്റി ഉള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയുഹീൽ, കാലിന്റെ മടമ്പ് കൂട്ടുന്നതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അതേപോലെ പ്രോ നാസിക, മൂക്കടപ്പ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. നെക്സ്റ്റ് ഐ എനർജി, നമ്മളൊക്കെ കൂടുതലും മൊബൈലുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ എനർജി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ വീണ്ടെടുക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെ എനർജി വീണ്ടെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ഐ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അതേപോലെ മോറലൈഫ്, ശരീരഘടന നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. 95 13 തരം ബെറിപ്പഴങ്ങളുടെ 9 ലക്ഷത്തോളം ഒറാക്കു വാലിയുള്ള ക്യാൻസറിന്റെ സെല്ലിനെ വരെ നശിപ്പിക്കാനും സ്ട്രോക്ക് വന്ന ആളുകളൊക്കെ എണീറ്റ് നടന്ന ചരിത്രം വരെയുള്ള ഒരു മനോഹരമായ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് 95 എന്ന് പറയുന്നത്. അതേപോലെ ഡയബാനെ, നമുക്ക് ഷുഗർ വരാതിരിക്കാൻ നമ്മുടെ പാൻക്രിയാസിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അതേപോലെ കവചപ്രാഷ്, ഏറ്റവും കൂടുതൽ കൊറോണ സമയത്ത് കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിലെ ഒരേപോലെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ചവനപ്രാശാണ് ഈ കവചപ്രാശ് എന്ന് പറയുന്നത്. 42 കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ള കുങ്കുമപ്പൂ, ബ്രഹ്മി, കാട്ടുനെല്ലിക്ക പോലെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു മനോഹരമായ ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, പേസ്റ്റുകൾ, പലതരം പേസ്റ്റുകളുണ്ട്, ഡേ നൈറ്റ് ക്രീമുകളുണ്ട്, അതേപോലെ ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, ഷാമ്പുകൾ, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ന്യൂ സ്റ്റാറിന്റെ പൗഡറുകളും പേസ്റ്റുകളും ഒക്കെ, അതേപോലെ സോപ്പുകൾ, ഇങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ക്ലീനിങ് പ്രൊഡക്റ്റുകളാണ് ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ്, ഗ്ലാസ് ക്ലീനർ, ഒട്ടനവധി പ്രൊഡക്റ്റുകൾ. ഇതേപോലെ അഗ്രോകെയർ, നാനോ ടെക്നോളജി പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള വളങ്ങളാണ് ഇതൊക്കെ. അത് ഇന്ത്യ ഗ്രോ എന്ന ബ്രാൻഡിലൂടെ കമ്പനി പുറത്തിറങ്ങുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി കമ്പനി എന്താണെന്നും കമ്പനി ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്നും ഇത് ഉപയോഗിച്ച റിസൾട്ട് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ആയുഷ് ബീമ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ MI ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന കമ്പനിയിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം. ആ പഠിക്കാൻ വേണ്ടി നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ MIDG വേൾഡ് എന്ന് പറയുന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് കമ്പനി തരുന്നു. അതുകൂടാതെ നമ്മളെ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ നമുക്ക് താല്പര്യമെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് പ്രവർത്തിക്കുന്ന ഹാർവർഡ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി കൂടെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയിൽ ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യും? അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈ പിടിച്ചില്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് നിങ്ങളെ ആരാണോ അവരെടുത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഓൺലൈനിൽ പേര് രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 10 യുണീക്ക് ID നമ്പർ കിട്ടും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ, ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം കമ്പനി നമുക്ക് തരുന്നു. അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നു, നല്ലതാണെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുവിനും പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ കമ്പനി നമ്മൾ അതിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി കണക്കാക്കുന്നു.
അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് 6 ടൈപ്പിൽ വരുമാനം കമ്പനി തരുന്നുണ്ട്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്, രണ്ടാമത് സെയിൽസ് ബോണസ്, വീക്കിലി തരുന്നതാണ്, റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, റോയൽറ്റി ഇൻകം, ഇതൊക്കെ മന്ത്ലി തരുന്നതാണ്. അപ്പോൾ എന്താണ് റീറ്റെയിൽ പ്രോഫിറ്റ്? ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് ആണ് അല്ലേ, ഹെർബൽ പേസ്റ്റ്. ആ പേസ്റ്റ് നമ്മുടെ പേരും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേസ്റ്റ് 143 രൂപയ്ക്ക് കിട്ടും. അതിന്റെ മുകളിലുള്ള MRP എന്ന് പറയുന്നത് 194 രൂപയാണ്. അപ്പോൾ ഒരു പേസ്റ്റ് വിറ്റാൽ 51 രൂപ ലാഭം കിട്ടും. അപ്പോൾ ഒരു ദിവസം 10 പേസ്റ്റ് വിൽക്കാൻ പറ്റിയാൽ 510 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 30 ദിവസം കണ്ടിന്യൂ പേസ്റ്റുകൾ മാത്രം വിറ്റ് കഴിഞ്ഞാൽ 15,300 രൂപയോളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് റീറ്റെയിലൂടെ. രണ്ടാമത്തെ വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ്. നമ്മൾ നമ്മുടെ ടീമും നടത്തുന്ന കച്ചവടത്തിന്റെ ടേൺ ഓവറിനനുസരിച്ച് കമ്പനി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഓരോ ആഴ്ചകളിലും അയച്ചു തരുന്ന വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് തരുന്നത് വെച്ചാൽ ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കമ്പനി വരുമാനം തരുന്നത്. അപ്പോൾ ബിസിനസ് വോളിയം എങ്ങനെയാണ് കണക്കാക്കുന്നത്? 2 കാറ്റഗറിയാണ് ബിസിനസ് വോളിയം കണക്കാക്കുന്നത്. ഇവിടെ ഇന്ത്യ ഗ്രോ, എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ ഈ 3 ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് 75% ബിസിനസ് വോളിയം. അതായത് ഒരു 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുവാണെങ്കിൽ 750 രൂപ ബിസിനസ് വോളിയം ആയിട്ടും, ഇനി ആധാർ, ന്യൂ സ്റ്റാർ, MICO ഈ 3 ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 35% കമ്പനി ബിസിനസ് വോളിയമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 1000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ 350 രൂപയാണ് നമുക്ക് ബിസിനസ് വോളിയമായിട്ട് അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് ഒരു ID നമ്പർ കിട്ടി, 10 യൂണിക് ID നമ്പർ കിട്ടി. ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ച് നല്ലതാണെന്ന് തോന്നിയപ്പോൾ നിങ്ങളുടെ റിലേറ്റീവിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അവസരം നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായി. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് 2 ഫ്രാഞ്ചൈസികളിലൂടെയാണ്. നമ്മളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് 2 ഫ്രാഞ്ചൈസികൾ തരും. ആ ഫ്രാഞ്ചൈസികളിലൂടെയാണ് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ 1:1 റേഷ്യോയിലാണ് നമുക്ക് കമ്പനി വരുമാനം തരുന്നത്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ കണ്ണുകളും ഉറക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയ്യടി കൊണ്ട് അഭ്യർത്ഥിക്കണം. അപ്പൊ കമ്പനി വരുമാനം തരുന്നത് 1:1 റേഷ്യോയിലാണ്. എത്രയാണ് വരുമാനം തരുന്നത്? ബിസിനസ് വോളിയത്തിന്റെ 12% നമുക്ക് തരിക. ഇത് എപ്പോഴാണ് തരുക എന്ന് വെച്ചാൽ ഓരോ ആഴ്ചകളിലാണ് നമുക്ക് കമ്പനി വരുമാനം തരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഒരു റിലേറ്റീവ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അവരെ ബ്രാഞ്ച് 1 എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. 2 സുഹൃത്തുക്കൾ വന്നു, അവരും 5000 പർച്ചേസ് ചെയ്തപ്പോൾ അവരുടെ ബ്രാഞ്ച് 2ലേക്ക് നമ്മൾ അവരെ ജോയിൻ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ കമ്പനിയുടെ കണക്കനുസരിച്ച് 10,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 10,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2ലും മാച്ച് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10,000ന്റെ 12% 1200 രൂപ ആ ആഴ്ച കമ്പനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു എന്നതാണ്. അപ്പൊ ടീം ഡെവലപ്പായി. അത്യാവശ്യം ടീം ഡെവലപ്പ് ആകുന്ന സമയത്ത് കച്ചവടം കൂടുമ്പോൾ ഒരു 20,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 1ലും 20,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 2ലും നടന്നു. അങ്ങനെയാണെങ്കിൽ 20,000ന്റെ 12% 2,400 രൂപ ആ ആഴ്ച കമ്പനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു. സ്വാഭാവികമായിട്ടും 10,000 20,000 ഇങ്ങനെ മാച്ച് ചെയ്താണോ പോവുക? ഒരിക്കലും അല്ല. കച്ചവടമാണ്, ബിസിനസ് ആണ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് 1ൽ 1,00,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം നടന്നു. ബ്രാഞ്ച് 2ൽ 2,00,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം നടന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമാനം തരുന്നത് ഇവിടെ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കൂ. ഇവിടെ ചെറുത് 1,00,000 ആണ്. ആ 1,00,000ന്റെ 12% 12,000 രൂപ ആ ആഴ്ച കമ്പനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഡൗട്ട്, 1,00,000ന്റെ വരുമാനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപ നഷ്ടപ്പെട്ടു പോവോ? ഇവിടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇവിടെ ഒരു കേരി ഫോർവേഡ് സിസ്റ്റം നമുക്ക് കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ഈ ബാലൻസ് വരുന്ന ബിസിനസ് വോളിയം മാറ്റി വെക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ആഴ്ച ഒരു 5,00,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 1ൽ നടന്നു. 4,00,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 2ൽ നടന്നു. അപ്പൊ ഇതിന്റെ മുന്നേ 1,00,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1,00,000 രൂപ കൂടെ ഈ 4,00,000ത്തിന്റെ കൂടെ ഏഡ് ചെയ്യുമ്പോൾ 5,00,000 ആയി മാറുന്നു. അങ്ങനെ 5,00,000ന്റെ 12% 60,000 രൂപ ആ ആഴ്ച കമ്പനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു.
അപ്പൊ ആഴ്ചക്ക് 60,000 എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. 60,000 രൂപ ആഴ്ചക്ക് കിട്ടുമെങ്കിൽ വേറെ എല്ലാ രീതി ചെയ്താൽ പോരെ, മറ്റുള്ള പണികളൊക്കെ എടുക്കണമെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരാഴ്ചക്ക് 60,000 കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർക്കിംഗ് അവർ കൂട്ടുന്നുണ്ട്. ഒറ്റയ്ക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ നമ്മുടെ വർക്കിംഗ് അവർ കൂടുന്നു. ആ വർക്കിംഗ് അവറിനനുസരിച്ചാണ് നമ്മുടെ കമ്പനി വരുമാനം തരുന്നത്. അതേപോലെ ഇവിടെ നമ്മുടെ കൂടെ വന്ന ആളുകൾ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതായത് ഫ്രഷ് സെയിലായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും, സെൽഫ് യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും, റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ, റീപർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ഹോം ഷോപ്പ് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു കച്ചവടം നടക്കുന്നത്. അപ്പോൾ അത് നടക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു വരുമാനം കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കച്ചവടം നല്ല രീതിയിൽ ഡെവലപ്പായി, ടീം ഡെവലപ്പായി, ജില്ലകൾ വിട്ട് പല ജില്ലകളിലേക്കും സംസ്ഥാനങ്ങൾ വിട്ട് പല സംസ്ഥാനങ്ങളിലേക്കും ടീം ഡെവലപ്പ് ആകുമ്പോൾ ഇവിടെ ഒരു 10 ലക്ഷം ബിസിനസ് ഓണത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 1-ലും 10 ലക്ഷം ബിസിനസ് ഓണത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 2-ലും നടക്കുമ്പോൾ ഇതിന്റെ 12% 1,20,000 രൂപ ആ ആഴ്ച കമ്പനി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത ഡൗട്ട്, ഇതിങ്ങനെ കണ്ടിന്യൂ കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന 60% നമുക്ക് വീതി ചേർന്നത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ആണ് 17,50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും 17,50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2-ലും നടക്കുമ്പോൾ ഇതിന്റെ 12% ഏതൊരാളുടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഏതൊരാളുടെയും സ്വപ്നമായിട്ടുള്ള മാജിക്കൽ ഫിഗർ 2,10,000 രൂപ ആ ആഴ്ച കമ്പനി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു തരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ വരുമാനം പെർഫോമൻസ് ബോണസ്. നമ്മൾ എങ്ങനെയാണോ കമ്പനിയുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കമ്പനി നമ്മൾ ഒരു പെർഫോമറായിട്ട് കണക്കാക്കുകയും അത് മാസ വരുമാനം, ഒരു അഡീഷണൽ വരുമാനം കമ്പനി നമുക്ക് തരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ഒരു 6 മാസം നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു അഡീഷണൽ വരുമാനം കമ്പനി നമുക്കായി തരുന്നുണ്ട്. നാലാമത്തേതാണ് റാങ്ക് ഇൻകം. നമ്മുടെ ടീമിലൂടെ നടക്കുന്ന കച്ചവടത്തിനനുസരിച്ച് ഓരോ റാങ്ക് അടിസ്ഥാനത്തിൽ കമ്പനി ശതമാനം വിഹിതം നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇത് കൂടാതെ ലോയൽറ്റി ബോണസ്, DTC എബോവ് ലീഡേഴ്സ് ഉള്ളതാണ് ലോയൽറ്റി ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ ഡയമണ്ട് ലോയൽറ്റി, ഇങ്ങനെ ഒട്ടനവധി വരുമാനങ്ങൾ കമ്പനി തരുന്നു. ഇതിലൊക്കെ സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. നമ്മളൊക്കെ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 10 ദിവസം നമ്മൾ കടന്നുപോയാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇല്ലാതായി പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പല ആളുകളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 3 ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നോമിനേഷൻ ഫെസിലിറ്റി കൂടെ കമ്പനി നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ 30,000 രൂപ, അതായത് കമ്പനിയുടെ TC എന്ന് പറയുന്ന ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തുമ്പോൾ ഒരു 30,000 രൂപ നമ്മൾ വരുമാനം ഇങ്ങോട്ടേക്ക് വാങ്ങുമ്പോൾ നമുക്കൊരു 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി കൂടെ, ഒരു ആക്സിഡന്റ് ഡെത്ത് ഇൻഷുറൻസ് പോളിസി കൂടെ കമ്പനി ഫ്രീ ആയി നമുക്ക് തരുന്നു എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോപ്പ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണോ? തീർച്ചയായിട്ടും ആയുഷ് സർട്ടിഫിക്കറ്റ് ഉള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. പ്രോ ട്രാക്ക് റെക്കോർഡ് സക്സസ് വിജയിച്ച ആളുകളെ എൻ്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേജിലേക്ക് കാണാൻ പറ്റും. അതേപോലെ ഈസി ഡൂയിങ് ബിസിനസ്, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഷോപ്പുകളും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നത് കൊണ്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതേപോലെ ഹൈ ക്വാളിറ്റി ആൻഡ് മാനേജ്മെന്റും ലീഡേഴ്സും, തീർച്ചയായും 22 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റും അതുപോലെ ലീഡേഴ്സും ഇതിൽ നമ്മുടെ പ്രവർത്തനമുണ്ട്. അതേപോലെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ, നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതും അതേപോലെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുമായ ഒരു ബിസിനസ് പ്ലാനും ഇതിലുണ്ട്. ഇതൊന്നും കൂടാതെ മാനേജ്മെന്റിന് ISO 9001:2015 സർട്ടിഫിക്കറ്റും ഇത് മാനേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രൗഡ് മെമ്പറാണ് നമ്മുടെ കമ്പനി. ഇതുകൂടാതെ FDS ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു ഫെലോ മെമ്പർ കൂടെയാണ് നമ്മുടെ കമ്പനി. നെക്സ്റ്റ് സ്കിൽ ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നൈപുണ്യ പദ്ധതിയായിട്ടുള്ള സ്കിൽ ഇന്ത്യയിൽ MOU സൈൻ ചെയ്തിട്ടുള്ള ആദ്യ ഡയറക്ട് സെല്ലിംഗ് കമ്പനി കൂടെയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ www.milifestylemarketing.com എന്ന വെബ്സൈറ്റിലൂടെ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു. അപ്പൊ എൻ്റെ പേര് ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയേഷ് എന്നാണ്. കുറ്റ്യാടിക്കടുത്ത് പാലേരിയാണ് എൻ്റെ സ്വദേശം.